യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുന്നു. ഇങ്ങനെ പല വീര്യപ്രവൃത്തികളും കർത്താവ് ചെയ്യുന്നു. കർത്താവ് താൻ മാത്രമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യാവൂ, മറ്റാരും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അന്ന് കർത്താവ് അത് ചെയ്തിട്ട് ശിഷ്യന്മാർക്കും ആ അധികാരം പകരുകയുണ്ടായി. അവരും യേശുവിൻ്റെ നാമത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് അത് പലരിലൂടെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആർക്കൊക്കെ ആ അധികാരം ലഭിച്ചിട്ടുണ്ടോ അവരൊക്കെ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും യേശുവിൻ നാമത്തിൽ ആ അധികാരം വിനിയോഗം ചെയ്യണം. എന്നാൽ മാത്രമേ കെട്ടപ്പെട്ട് കിടക്കുന്ന അനേകർ സ്വതന്ത്രരാവുകയുള്ളൂ. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. അതുമാത്രമല്ല, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിനെന്നും പറഞ്ഞു. യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതിനാൽ രോഗങ്ങളിലും ബന്ധനങ്ങളിലും ഒക്കെ അകപ്പെട്ട് തകർന്ന് ഉടഞ്ഞ് നാശമായി പോകുവാൻ ആരെക്കുറിച്ചും ദൈവം ആശിക്കുന്നില്ല. അവരും വിടുവിക്കപ്പെട്ടേ മതിയാവൂ. അവരൊക്കെ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രരാകണം. അവർ സുവിശേഷം അറിയണം. അവരും മാനസാന്തരപ്പെടണം. എന്നാൽ മാത്രമേ അവർക്കും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. ആരും നശിച്ചു പോകുന്നത് കർത്താവിന് ഇഷ്ടമല്ല. സത്യം ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ആ സത്യം മറച്ചു വയ്ക്കാതെ മറ്റുള്ളവരെയും അറിയിക്കണം. സത്യം പറയുന്നതിന് വിശ്വാസിയെന്നോ സുവിശേഷകരെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ല. പക്ഷേ അധികാരത്തോടു കൂടിയ ശുശ്രൂഷ കർത്താവ് അധികാരം തന്ന് ഇറങ്ങിയവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. കർത്താവ് സൗഖ്യദായകനാണെന്നും അനുഗ്രഹിക്കുന്നവനുമാണെന്ന് നാം മാത്രം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല. അത് മറ്റുള്ളവരും അറിയണം. അവരും സൗഖ്യവും വിടുതലുകളും ഒക്കെ പ്രാപിക്കണം. സ്വന്തം ഗുണം മാത്രമല്ല, പലരും രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. സൗജന്യമായി ദൈവം തന്ന അധികാരങ്ങളും കൃപാവരങ്ങളും പ്രതിഫലം നോക്കാതെ വ്യാപാരം ചെയ്യുന്നവർക്കാണ് തക്ക അനുഗ്രഹം കർത്താവ് നൽകുന്നത്. ആത്മീയ സേവനം എന്നത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ളതല്ല. ദൈവിക ദാനങ്ങളെയോ സുവിശേഷ ശുശ്രൂഷയെയോ കച്ചവട കണ്ണോടെ കാണരുത് എന്ന് യേശു വ്യക്തമാക്കുന്നു. ദൈവത്തിൽ നിന്ന് സൗജന്യമായി ലഭിച്ച കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ മറ്റുള്ളവർക്കും കൂടെ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ പങ്കുവയ്ക്കണം. കാരണം ഒരു മനുഷ്യൻ എന്തെങ്കിലും കഴിവുകളോ അനുഗ്രഹങ്ങളോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്ന ദാനമാണ്, സ്വന്തം പ്രയത്നത്താൽ ലഭിച്ചതല്ല. സ്വാർത്ഥതയോ പ്രതിഫലേച്ഛയോ കൂടാതെ അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായും വിനിയോഗിക്കുവാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. വചനം ഇങ്ങനെ പറയുന്നു, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും.